നമസ്കാരം ഷെരീഫ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ അഥവാ ഫുഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, കഫേകളായാലും ചെറിയ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ചെറിയ തട്ടുകടകളൊക്കെ പോലുള്ള റെസ്റ്റോറൻറ്റ് ബേസ്ഡ് ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾക്ക് വലിയ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കാരണം ആ ബിസിനസ്സിൽ പ്രോഫിറ്റബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ ഫാക്ടറി നടത്തുന്നതിന് തുല്യമാണ്. ആ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അതിൽ പർച്ചേസ് ഉണ്ട്, അതേപോലെ പ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക് അല്ല. റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തുന്ന ബിസിനസ് ഓണേഴ്സിന് അറിയാതെ വലിയൊരു ടാസ്ക്കാണ്. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ റെഗുലർ ബേസിൽ വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും റെസ്റ്റോറൻറ്റുകളിൽ. അവരെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസുകൾ ഇല്ലാതെ നമ്മുടെ ഫുഡുകൾ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് വേണം ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുക പോലും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ എടുക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ നല്ല രൂപത്തിൽ ഉണ്ടാക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഒരു വീഡിയോ പരമ്പരയായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിൽ ആദ്യ കാര്യം നമ്മുടെ സ്റ്റാഫിംഗ് ആണ്. റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്റ്റാഫിംഗ് ആണ്. കാരണം നമ്മുടെ എംപ്ലോയി ഒരു കസ്റ്റമറോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ആ ഒരു കസ്റ്റമറും ആ കസ്റ്റമറോടനുബന്ധിച്ച് നമുക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്ന കസ്റ്റമേഴ്സും നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ കൃത്യമായിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് മുതൽ അവരുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തി വേണം നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കൊണ്ടുപോകാൻ. നമ്മുടെ ഒരു എംപ്ലോയിയെ നമ്മുടെ ബിസിനസ്സിലേക്ക് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നേരെ നമ്മുടെ കസ്റ്റമർ സർവീസിലേക്ക്, അത് ഒരു വെയിറ്റർ ആണെന്നുണ്ടെങ്കിൽ നേരെ കസ്റ്റമർക്ക് സർവീസ് ചെയ്യുന്നതിലേക്ക് വിടാൻ പാടില്ല. അവർക്ക് നമ്മളുടെ ഫുഡിനെ കുറിച്ചും നമ്മുടെ വിൽപ്പന രീതികളെ കുറിച്ചും നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് വേണം ഈ ഒരു സ്റ്റാഫിനെ നമ്മൾ കസ്റ്റമറുടെ മുമ്പിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇദ്ദേഹം വന്നു നേരെ നമ്മൾ ഓൺബോർഡിങ് ചെയ്തു നേരെ കസ്റ്റമറുടെ മുമ്പിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ പോയിട്ട് എന്താ വേണ്ടത്, അദ്ദേഹം എന്തോന്ന് പറഞ്ഞു, അത് നമ്മൾ ഇവിടെ ഇല്ല, അടുത്ത മറ്റു സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് അത് കസ്റ്റമർ അതെനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞ് കസ്റ്റമർ പോവും. ആ കസ്റ്റമർ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെയാണ് ബാധിക്കുന്നത്. അത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കണം എന്ന് പറയുന്നത്. ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു ഉൽപ്പന്നം നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഉൽപ്പന്നം വിൽക്കാൻ വെക്കുന്നത്. പക്ഷെ ഇന്നത്തെ കോമ്പറ്റേറ്റഡ് ബിസിനസ് വേൾഡിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ലാഭം പല ഉൽപ്പന്നങ്ങളിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയാതെ വരും, ഇല്ലേ? നമ്മുടെ കോമ്പറ്റേറ്റർ അതിനേക്കാൾ വില കുറച്ച് വിൽക്കുന്നുണ്ടാവും. കോമ്പറ്റേറ്ററുടെ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് അദ്ദേഹം വില കൂട്ടി വിൽക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്താണ്? അദ്ദേഹത്തിന്റെ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ തേടി വരുന്ന കസ്റ്റമർക്ക് അദ്ദേഹത്തിന്റെ നോർമൽ പ്രൊഡക്റ്റുകളെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടാവും? ക്രോസ് സെല്ലിങ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതേപോലെയുള്ള ബിസിനസിന്റെ സ്ട്രാറ്റജികൾ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. ഒരു കസ്റ്റമർ വന്ന് ഒരു ഊണ് ചോദിച്ചു വന്ന ഒരു കസ്റ്റമർക്ക് ഊണ് മാത്രം കൊടുത്തു വിടുന്നതിന് പകരം അവിടെ ഒരു ഫിഷ് ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ ഒരു മീറ്റ് ഫ്രൈ ചെയ്തതോ നമുക്ക് കൊടുക്കാൻ കഴിയണം. അവിടെ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ക്രോസ് സെല്ലിംഗ് അവിടെ നടക്കുമ്പോഴാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുന്നത്. കാരണം ഊണെന്ന് പറയുന്ന നോർമൽ ഫുഡിന് ഉള്ള പ്രോഫിറ്റബിലിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ അതിലേക്ക് ഒരു സ്പെഷ്യൽ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് അവിടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ പല ഘട്ടങ്ങളിൽ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്
വയറ് മാത്രം നിറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിന്റെ മനസ്സും നിറയാനുള്ള അവസരം അവിടെ നമ്മൾ ഒരുക്കണം. അപ്പോഴാണ് അദ്ദേഹം ഒരു റിപ്പീറ്റഡ് കസ്റ്റമർ ആയിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുള്ളൂ. ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ സ്റ്റാഫ് എന്തായിരിക്കണം? കസ്റ്റമർ സർവീസിൽ അത്രയ്ക്കും ശ്രദ്ധ കൊടുക്കുന്ന സ്റ്റാഫുകളായിട്ട് നമ്മുടെ സ്റ്റാഫിനെ നമുക്ക് മാറ്റാൻ കഴിയണം. ഇതിന് നമുക്ക് അവരെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യണം. ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ സ്റ്റാഫിങ്ങിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടിയെടുക്കാനും സക്സസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയും. അടുത്ത വീഡിയോയിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് നേരിടുന്ന മറ്റൊരു ചലഞ്ചിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുള്ള സൊല്യൂഷനുകളും നമുക്ക് കൊണ്ടുവരാം. താങ്ക് യു.